ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റസ്ഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബണ്ണും ചിക്കനൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിലേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയും കൂടിയാണ്. അതുപോലെ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളതിൻ്റെ ഫീഡ്ബാക്കിനെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്കിതിലേക്ക് ഒരു മസാലക്കൂട്ട് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് സ്റ്റൗവിൽ. അതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഫസ്റ്റ് ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്യാരറ്റൊന്നും അധികം അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് അങ്ങ് വഴറ്റിയെടുത്താൽ മാത്രം മതി. അതിന് കൂടെ തന്നെ നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള അധികം വലിപ്പമൊന്നും ഇല്ലാത്ത ഒരു ക്യാപ്സിക്കം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടി അതിൻ്റെ കൂടെ തന്നെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ടൈം ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അധികം ടൈമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് ടൈം അങ്ങ് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്കുള്ള മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് തന്നെ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ മുളക് പൊടി 1 ടീസ്പൂൺ തന്നെ കേട്ടോ ആഡ് ചെയ്തത്. അപ്പോൾ കുറച്ചൊരു എരിവ് ഉണ്ടാവും. അധികം എരിവ് വേണ്ടെന്നില്ല ആളുകളാണെന്നുണ്ടെങ്കിൽ കുറച്ചിട്ടാൽ മതിയേ. പക്ഷേ ഇതുപോലെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. കുറച്ചൊരു സ്പൈസി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് അധികം എരിവ് പറ്റാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ കുറച്ചിട്ടാൽ മതി. കുറച്ച് ടൈം ആ ഒരു പൊടിയുടെ സ്മെല്ലൊക്കെ പോകുന്നതെന്ന് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ചിക്കനാണ്. അപ്പോൾ ഇതാ ഞാൻ ഇതൊന്ന് കൈ കൊണ്ട് പിച്ചതിന് ശേഷം നമ്മൾ ചോപ്പർ ഉണ്ടാവുമല്ലോ അതിലിട്ടിട്ട് ഒന്ന് വലിച്ചെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അധികം അങ്ങ് അല്ലാണ്ട് നമ്മൾ മിക്സിയിൽ പൊടിക്കണ പോലെ അങ്ങോട്ട് പൊടിയൂല. എന്നാലും ചെറിയ ചെറിയ പീസസ് ഉണ്ടാവും ചെയ്യും. പക്ഷേ നമുക്ക് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇങ്ങനെ ആയി കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചോപ്പറിലിട്ട് വലിച്ചത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ടൈം ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് ആ ഒരു മസാലയിൽ വരാനും കൂടെ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് ഗരം മസാല ആഡ് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. അതും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് ടൈം 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതിലേക്കുള്ള മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി റെഡിയാക്കി എടുക്കാണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്കൊരു 6 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് കുരുമുളക് പൊടിയാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ചാനൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണുമായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യാം കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇപ്പോൾ ഇതാ കോഴിമുട്ട നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡിലോട്ട് മാറ്റാം. പിന്നെ നമ്മളിത് റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബന്നാണ് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കട്ട് ചെയ്യണമൊന്നുമില്ല. അതുപോലെ തന്നെ അങ്ങ് എടുക്കണം. അധികം വലിപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ. ഇനി വലിയ ടൈപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നടുവൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മയോണൈസ് ആണ് കേട്ടോ. അപ്പോൾ അത് ഓൾറെഡി ഞാൻ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറഞ്ഞ ഓയിൽ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല മയോണൈസാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അത് നോക്കിയിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ അതും റെഡിയാക്കി വെക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഒരു ബണ്ണ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മയോണൈസ് ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടാണെങ്കിലും അത് ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ ആ ഒരു ഫില്ലിങ്സ് ഉണ്ടല്ലോ അതൊരു സ്പൂൺ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു 5 എണ്ണം ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഒരു ക്വാണ്ടിറ്റി ആട്ടോ പറഞ്ഞിട്ടുള്ളത്. വെച്ചിട്ട് ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങ് പ്രസ് ചെയ്താൽ ആ ഒരു മയോണൈസ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് അതിൽ
ഒട്ടി പിടിച്ചോളും. അപ്പോൾ ഇതാ ഒന്ന് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്നങ്ങ് ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ 5 എണ്ണം ഇതുപോലെ അങ്ങ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അധികം ഓയിലൊന്നും നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ചൂടാവാനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ബണ്ണുണ്ടല്ലോ, അതിന് മുകളിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കോഴിമുട്ടയുടെ മിക്സ് കുറേശ്ശായിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കുക. മൊത്തമായിട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ മൊത്തമായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഫുൾ ഫ്ലെയിമിൽ നിന്ന് വെക്കരുത് കേട്ടോ. ഇനി എഗ്ഗ് മൊത്തമായിട്ട് കവർ ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ കേട്ടോ, ആ ഒരു നമ്മൾ ആ മസാലൻ്റെ മുകളിൽ മൊത്തമായിട്ട് അങ്ങ് കവർ ചെയ്തെടുത്തിട്ടോ. ഇതുപോലെ ഞാനങ്ങ് പാനിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി അടുത്തതും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ആ ഒരു എഗ്ഗിൻ്റെ മിക്സ് മൊത്തമായിട്ട് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ആ പാനിലോട്ട് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് അടിഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. പക്ഷേ കോഴിമുട്ടയുടെ വേവ് അധികം വേവൊന്നും ഉണ്ടാവില്ല. ആ കോഴിമുട്ടയുടെ വേവ് ജസ്റ്റ് നമുക്ക് ആ ഒരു മസാല അതിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു കുറച്ച് ടൈം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അത് ഏകദേശം ആയി വന്നിട്ടുണ്ടാകും. അപ്പോൾ പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. കണ്ടില്ലേ, അത് അടിഭാഗം നന്നായിട്ട് അതിൽ കോട്ട് ചെയ്ത് പിടിച്ചിട്ടുണ്ട് ആ ഒരു കോഴിമുട്ട ഒഴിച്ചതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ അടർന്ന് വീഴുന്നോ അങ്ങനെയുള്ള പേടിയൊന്നുമില്ല. നല്ല പോലെ ഉറച്ച് വന്നിട്ടുണ്ട്. ഇതും ഏകദേശം ആയി വന്നിട്ടുണ്ടാകും. അപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇനി 1 മിനിറ്റ് താഴ്ഭാഗം കൂടി ഒന്നങ്ങ് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പതുക്കെ അങ്ങ് കോരിയെടുക്കാം. ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അങ്ങ് കോരിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബണ്ണ് വെച്ചിട്ടുള്ള ഈ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഈ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഉണ്ടാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുന്നതിൻ്റെ മുമ്പേ ഉണ്ടാക്കിയെടുത്താൽ മതി. ആ ചൂടോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.